ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് റുട്ടീനായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ആദ്യമായിട്ടൊരു അറ്റംപ്റ്റ് നടത്തുന്നതാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്ത്. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മുന്നോട്ടേക്ക് കൂടുതൽ ബെറ്ററാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ഇതാണ് വീട്ടിലെ അവസ്ഥ. മക്കൾസ് ഒരാൾ സൈക്കിൾ ഔട്ടണു, പിന്നെ കുഞ്ഞാവകളെയും എല്ലാവരെയും ഒന്നങ്ങോട്ട് നല്ല മൂഡിലാക്കി സെറ്റാക്കി ഇരുത്തിയതിന് ശേഷം വേണം എനിക്ക് കിച്ചണിലേക്ക് കയറാൻ കേട്ടോ. ഇല്ലെങ്കിൽ ഒരു പണിയും അവർ എടുപ്പിക്കില്ല. കാരണം കരച്ചിലും വാശിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇക്ക മക്കൾസിനെ നോക്കണ നേരത്ത് വേഗം തന്നെ ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും എല്ലാം കാര്യങ്ങളും ഞാൻ തീർക്കൂട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. സ്കൂളിൽ പോണ മക്കളും ഷോപ്പിൽ പോണ ഹസ്ബൻഡ്സും ആണെങ്കിൽ ടിഫിനും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ റെഡിയാക്കുമ്പോഴേക്കും സമയം അങ്ങ് പോണ വഴി അറിയില്ല. അല്ലെങ്കിലും രാവിലെ സമയത്തിന് സ്പീഡ് കൂടുതലാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 8 മണിയാവും അല്ലെങ്കിൽ 9 മണിയാവും. ഇതൊരു 9:30യോടുകൂടി രാവിലത്തെ ഒരു തിരക്കങ്ങ് കഴിയേ. കാരണം 9:30ക്കാണ് അവർക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഭൂരി ആക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ ഭൂരിക്കുള്ള മാവങ്ങ് ആദ്യം കുഴച്ച് വയ്ക്കാം. അതോടൊപ്പം തന്നെ അരി അടുപ്പത്തിടാനുള്ള വെള്ളം കൂടി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് പോട്ടിൽ വയ്ക്കുന്നതുകൊണ്ട് പിന്നെ ആ പണി എളുപ്പമാണല്ലോ, പെട്ടെന്ന് ചോറങ്ങടായി കിട്ടും. അപ്പോൾ ഭൂരിക്കുള്ള മാവ് വേഗം അങ്ങോട്ട് കുഴച്ച് റെഡിയാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമയം പോലെ ചുട്ടെടുക്കാമല്ലോ. ദേ കണ്ടോ, അപ്പോഴേക്കും മോൻ കരഞ്ഞ് വാശി പിടിച്ചെത്തി. ഇത് പിന്നെ നമുക്ക് നിത്യ തൊഴിലാണതുകൊണ്ട് ശീലമാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെയാണ്. മോനല്ലെങ്കിൽ മോള് മാറി ഉണ്ടാവും. മോൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേനും മോളും എത്തി. പിന്നെ രണ്ടുപേരെയും കുറച്ച് നേരം അങ്ങ് കളിപ്പിച്ച് മോളെ കടയിൽ കൊടുത്തു. പക്ഷെ മോനങ്ങ് വാശി വിട്ടില്ല കേട്ടോ. പിന്നെ അവൻ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു. പിന്നെ അവനൊന്ന് നല്ല മൂടാവണ വരെ അവനെയും കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തു കേട്ടോ. നമുക്കിപ്പോൾ റെസ്റ്റ് ചെയ്യാനിരിക്കാൻ സമയമില്ലല്ലോ. രാവിലത്തെ കാര്യങ്ങൾ അറിയാലോ അല്ലേ. തിരക്ക് പിടിച്ചങ്ങ് പോവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ എൻ്റെ പേരെല്ലാവർക്കും ചാനലിൽ നിന്ന് അറിയാലോ. എനിക്ക് 4 മക്കളാണ് കേട്ടോ. മൂത്ത ആൾ 2ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആൾ UKGയിൽ, മൂന്നാമത്തത് ട്വിൻസാണ്, ഒരു മോനും ഒരു മോളും. അവർക്കിപ്പോൾ 1 വയസ്സായിട്ടോ. ഇക്കാക്ക് വർക്ക്ഷോപ്പാണ്, മൂവാറ്റുപുഴ വർക്ക്ഷോപ്പ്, കാറിൻ്റെ AC-യുടെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഇക്ക പോകുമ്പോഴാണ് മക്കളെ സ്കൂളിലാക്കിയിട്ട് പോകും. വൈകിട്ട് അവർ ഓട്ടോയ്ക്കാട്ടോ വന്നത്. അപ്പോൾ 3 പേരും ഒരേ സമയം നമ്മൾ റെഡിയാക്കി വിടണത്. അപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ആ ഒരു സമയം കണക്കാക്കി റെഡിയാവണം. അപ്പോൾ രാവിലത്തെ ഒരു തിരക്ക് ഊഹിക്കാമല്ലോ അല്ലേ. എന്നാൽ പിന്നെ ഇന്ന് സോയയാണ് കേട്ടോ സ്കൂളിലേക്കുള്ള മെനു തന്നേക്കണത് മക്കൾസ്. എന്നാൽ അതാദ്യം തന്നെ അങ്ങ് റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഈ പണ്ടത്തെ അടുപ്പായിരുന്നു. പിന്നെയാണ് അത് മാറ്റി അങ്ങനെ അടുപ്പ് പുറത്തേക്ക് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ പുകക്കരി മുകളിൽ പിടിച്ചേക്കണത് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ കുത്തായിട്ട് വീണ് കിടപ്പുണ്ടാവും. അപ്പോൾ അതങ്ങ് ആദ്യമേ തുടച്ച് മാറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ ആകെ വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ അതങ്ങ് തുടച്ചെടുത്തതാട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സോയ ഇട്ട് തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചു, ചോറിനുള്ള വെള്ളവും വെച്ചു. ദെൻ ബീഫ് ഐസ് പോകാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ബീഫ് ഐസ് പോകുമ്പോഴത്തേനും എന്നാൽ അതിനുള്ള സവാളയും ഇഞ്ചിയും കാര്യങ്ങളൊക്കെ നന്നാക്കി വെച്ചാൽ വേഗം തന്നെ കറി റെഡിയാക്കാമല്ലോ എന്നോർത്തു. അപ്പോൾ ലഞ്ച് ബോക്സ് എന്നും രാത്രി എടുത്ത് കഴുകി വയ്ക്കുന്ന കേട്ടോ. എത്ര കഴുകി നമ്മൾ കിച്ചണിൽ വെച്ചാലും മോൻ അത് വീണ്ടും എടുത്തുകൊണ്ട് പോയി അവൻ്റെ ബാഗിൽ വെക്കും. അപ്പോൾ അതിപ്പോൾ മോൾ എടുത്തുകൊണ്ട് നന്നായിട്ട് അവൻ്റെ ലഞ്ച് ബോക്സും കുപ്പിയും അവൻ്റെ സാധനങ്ങളെല്ലാം അങ്ങനെയാണ് അവൻ എടുത്തുകൊണ്ട് പോയി അവൻ്റെ ബാഗിൽ വെക്കും കേട്ടോ. പിന്നെ സവാളയൊക്കെ വേഗം അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ആ ലഞ്ച് ബോക്സ് ഇതും ഒന്ന് കഴുകി വെച്ചു കേട്ടോ. രാവിലെ മെയിനായിട്ടുള്ള പണി ഈ ഇവരുടെ ലഞ്ചും ടിഫിനും ഒരു 4-5 പ്രാവശ്യമെങ്കിലും കഴുകേണ്ടി വരും. ഞാൻ കഴുകി എടുത്ത് വയ്ക്കും, അവർ വീണ്ടും അത് വന്ന് കളിക്കാനെടുക്കും. ഇത് തന്നെ കേട്ടോ രാവിലത്തെ ഇത്. പിന്നെ രാവിലെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മൂടങ്ങ് പോവുമല്ലോ എന്നോർത്ത് മാക്സിമം നമ്മളങ്ങ് ക്ഷമിച്ച് വിടുക കേട്ടോ ചെയ്യണേ. അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വന്നു. അപ്പോൾ സോയ ഉണ്ടായിരുന്നത് ഇട്ടു കേട്ടോ. അതങ്ങ് തിളച്ചപ്പോഴത്തേനും അരി ഇടാനുള്ള വെള്ളം അവിടെ തിളച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ സോയ അങ്ങ് തിളപ്പിച്ച് ഇച്ചിരി നേരം ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് വാങ്ങി മാറ്റി വെച്ചു കേട്ടോ. അപ്പം നോക്കിയപ്പോൾ മക്കൾസ് ഇവിടെ TV കണ്ടിരിക്കുവാണ്. കുഞ്ഞാവകൾ അങ്ങോട്ട് ഉറങ്ങിയെന്നും പറഞ്ഞ് ഇക്ക വിളിച്ചു വന്നാൽ പിന്നെ പോയി കുഞ്ഞാവകളെടുത്ത് കിടത്താമെന്ന് വെച്ച് മോനെ വേഗം എടുത്ത് തൊട്ടിയിലേട്ടിട്ടു കേട്ടോ. ഇവരെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എഴുന്നേക്കും കേട്ടോ. ഒരു 5 മണിയാകുമ്പോൾ എന്തായാലും 2 പേരും എഴുന്നേക്കും. പിന്നെ ഇക്കാക്കായും ഇത്താത്തായും എഴുന്നേറ്റില്ലെങ്കിൽ അവർ എഴുന്നേൽപ്പിച്ചോളും.
ഇതൊരു 10 മിനിറ്റത്തെ മയക്കമുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ തന്നെ അവരങ്ങ് എഴുന്നേക്കും. എന്താണെന്നറിയില്ല, ഉറങ്ങാൻ ഭയങ്കര മടിയാണ്. പകലങ്ങനെ ഉറങ്ങേയില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ ഉച്ചയ്ക്ക് ഒന്ന് കിടന്നാലായി. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങണ സമയങ്ങളും ഇതുപോലെ അപൂർവം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അവരെഴുന്നേക്കും. പിന്നെ അവരെയൊക്കെ കിടത്തി വന്നപ്പോഴേക്കും അരി ഇടാനുള്ള വെള്ളം നല്ലതുപോലെ തിളച്ചു. അപ്പോൾ പിന്നെ അരി കഴുകി അതങ്ങ് അടുപ്പിലേക്ക് ഇട്ടു. ഇപ്പറ ബീഫ് കറിക്ക് വേണ്ട സവാള അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ സോയ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ കിടന്ന് സെറ്റായി, അതങ്ങോട്ട് ഊറ്റി വെക്കാമല്ലോ എന്ന് ഓർത്ത് ഊറ്റി വെച്ചു. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഞാൻ കൈ വെച്ച് വെള്ളം പിഴിഞ്ഞ് കളയാതെ ഒരു സ്പൂൺ എടുത്ത് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് പ്രസ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇനി ബീഫ് കറിക്കുള്ളത് റെഡിയാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് ഉള്ളിയും സവാളയും ഒക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി മസാലയും എല്ലാം ഇട്ട് ബീഫ് കറി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോഴേക്കും അരിയിട്ട് നല്ലതുപോലെ തിളച്ച് വന്നു. അതങ്ങ് വാങ്ങി റൈസ് പോട്ടിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പണി അപ്പം തന്നെ കഴിഞ്ഞുല്ലോ. പിന്നെ നമ്മൾക്ക് രാവിലത്തെ തിരക്ക് എന്ന് പറയണ്ടല്ലോ. പിന്നെ ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഒരു ചെറിയ തോർച്ച അങ്ങ് ഉണ്ടായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പണിക്ക് വലിയ ഒരു ലാഗില്ല, പെട്ടെന്ന് അങ്ങ് തീർത്തെടുക്കാം. അപ്പോൾ നോക്കിയപ്പോൾ ആ ടേബിൾ ആകെ ഓരോ കളിപ്പാട്ടങ്ങളും കുറേ കുപ്പിയും ഗ്ലാസ്സും ഒക്കെ വെച്ച് നിറഞ്ഞിരിക്കും കേട്ടോ. എന്നാൽ പിന്നെ അതങ്ങ് ഒതുക്കിയിട്ടാവാൻ കാര്യം എന്ന് വെച്ചാൽ അത് ഒതുക്കി തീർന്നപ്പോഴേക്കും ദേ വരുന്നു മക്കൾസ് രണ്ടും കൂടെ വഴക്ക് കൂടിയിട്ട് വന്നെ കേട്ടോ. അപ്പോൾ ടി വി നിർത്തിയെന്നാണ് പറയണത്. മോൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ടി വി നിർത്തിയെന്നും പറഞ്ഞാട്ടോ ഈ തമ്മിത്തല്ല്. അതിനാണ് അവനാ ദേഷ്യപ്പെടുന്നത്. പിന്നെ വഴക്ക് പറയുകയും തല്ലുമൊന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. കാരണം അവന് വാശിയുടെ കാര്യത്തിൽ ഭയങ്കര കൂടുതലാണ്. പിന്നെ അങ്ങ് സോപ്പിട്ട് ചക്കരയെ തേനെ പാലേന്നൊക്കെ വിളിച്ചങ്ങോട്ട് മയക്കി നമ്മുടെ സൈഡ് അങ്ങ് നിർത്തുക, അതാ രക്ഷയുള്ളൂ കേട്ടോ. പിന്നെ മോക്കടെ ഭാഗത്ത് തെറ്റായതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് കള്ളക്കരച്ചിൽ അങ്ങ് നിർത്തി വേഗം തന്നെ വന്നു കേട്ടോ. പിന്നെ അവൻ പറഞ്ഞു ഞാനും കൂടെ ഉമ്മയുടെ കൂടെ ഭൂരി വരുത്താൻ കൂടാന്നൊക്കെ പറഞ്ഞ് കട്ടയ്ക്ക് നിൽക്കുക. ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ. കാണാതിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്, കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും. പക്ഷേ ഇപ്പോൾ കണ്ടോ രണ്ടുപേരും വീണ്ടും സെറ്റായി. ആ വഴക്കൂടി വന്ന മക്കൾസാന്ന് തോന്നുന്നു. അത് തന്നെ ഇവിടുത്തെ അംഗം. രാവിലെ ഒരു പകുതി മുക്കാൽ സമയം ഇവരുടെ വഴക്ക് തീർക്കാനും ഇവരുടെ പുറകെ ഓടാനും കേട്ടോ ഉള്ളൂ. ഇനിയിപ്പോൾ വരും കുഞ്ഞാവുകളും അടുത്ത കരച്ചിലും പിഴിച്ചിലും ആയിട്ട്. അപ്പോൾ മോൻ ഭൂരി പ്രസ് ചെയ്ത് തരാം, ഞാൻ ഉണ്ടയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് വന്ന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കണ്ടേ. അവൻ ഹെൽപ്പ് ചെയ്യാൻ നിന്ന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിക്ക് ഇരട്ടി പണിയാവും. അപ്പോൾ പിന്നെ ഞാൻ നല്ല വാക്ക് പറഞ്ഞ് കുഞ്ഞാവുകളെ പോയി നോക്ക്, വാപ്പിയുടെ അടുത്തേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ മുളക് പൊടി തീർന്നേക്കുക. പിന്നെ കുത്തുമുളകും കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കോൺഫ്ലോറും കൂടെ ഇട്ടിട്ട് സോയാബീൻ അങ്ങ് തിരുമ്മി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഭൂരി പൊരിച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിലേക്കിട്ട് സോയാബീനും പൊരിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഭൂരിക്ക് ആദ്യം തന്നെ ഒരു 3-4 എണ്ണം ഒരുമിച്ച് അങ്ങ് പ്രസ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ചുടലും ഭൂരി പൊരിക്കലും പ്രസ് ചെയ്യലും എല്ലാം കൂടെ ഒരുമിച്ച് നടത്താമല്ലോ എന്നോർത്ത് അതങ്ങനെ പ്രസ് ചെയ്ത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഭൂരി എന്താണെന്നറിയില്ല കേട്ടോ. എപ്പോഴൊക്കെ പൊരിച്ചാലും എൻ്റെ ആദ്യത്തെ ഭൂരി ഇങ്ങനെ ഇരിക്കുള്ളൂ. രണ്ടാമത്തത് മുതൽക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? എനിക്കങ്ങനെ കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ ഭൂരി പൊരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും മോള് വന്ന് എളിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ആൾ കരഞ്ഞ് വാശി പിടിച്ച് വാപ്പിയുടെ അടുത്തുനിന്ന് വന്നു. പിന്നെ നമുക്കിത് നിത്യ തൊഴിലാണല്ലോ. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞാൽ നമുക്ക് പണി മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാ ടൈം ടേബിളും തെറ്റും. പിന്നെ അവളെ എടുത്തുകൊണ്ട് തന്നെ ബാലൻസ് പൂരിയും റെഡിയാക്കി ആ പരിപാടി കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ മോനെയും മക്കൾസിനെയും ഇക്ക അവിടെ ഡീൽ ചെയ്യേണ്ടി നേരത്തെ ഇക്കയുടെ കുളി കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല തോർച്ച ആയതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. കുറച്ചൊന്ന് വെയിലും തെളിഞ്ഞിട്ടുണ്ട് രാവിലെ. ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതേ ഇറച്ചിക്കറി റെഡിയായി, സോയാബീൻ പൊരിച്ചുകൊണ്ടിരിക്കണു, ഭൂരിയും റെഡിയായി. അപ്പോഴേക്കും മോനും മീൻ അന്വേഷിച്ച് കിച്ചൺ വരെ എത്തി കേട്ടോ. അപ്പോൾ അവനങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ കുറച്ച് നേരം കളിപ്പിക്കാൻ നോക്കി കേട്ടോ. പക്ഷെ നടന്നില്ല. അവൻ വന്ന് കാലയിലേക്ക് പിടിച്ചു. പിന്നെ അവനെയും എടുത്തൊന്ന് സെറ്റാക്കി പിന്നെയും ഇക്കാടെ അടുത്തേക്ക് തന്നെ രണ്ടുപേരെ ആക്കിയിട്ട് മൂത്ത മക്കൾസിനെ ഒന്ന് കുളിപ്പിക്കാനായിട്ട് നിന്നു. അപ്പോൾ മോള് ഞാൻ തല കുളിക്കലാന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിന്നെ മേലെ ഒഴിച്ചെടുത്തു, മോനെ കുളിപ്പിച്ചു കൊടുത്തു കേട്ടോ. അതൊക്കെ ഇക്ക ചെയ്തോളൂ കേട്ടോ. മക്കൾസിനെയൊക്കെ കുളിപ്പിക്കണത് ഇക്കായ കേട്ടോ. അപ്പോൾ രാവിലെ അത്രയും പരിപാടിയൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേനും ഇക്ക കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ യൂണിഫോം ഞാൻ തേക്കാനെടുത്തപ്പോൾ എന്നാൽ ഇക്ക തേച്ച് തരാം, നീ ടിഫിനോ ലഞ്ചൊക്കെ പാക്ക് ചെയ്യാൻ പോയിക്കോന്ന് പറഞ്ഞു. ഇക്ക പിന്നെ വേഗം യൂണിഫോമൊക്കെ എടുത്തങ്ങ് തേച്ച് വെച്ചു കേട്ടോ. ഞാൻ ആ നേരത്തെ ടൈം ടേബിൾ നോക്കാനായിട്ട് നിന്നു.
രാത്രി എത്ര നോക്കി വെച്ചാലും അവർ ആ ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ രാത്രിയും ഒന്ന് നമ്മളിതിന് വേണ്ടി മെനക്കെടണം, രാവിലെയും നിൽക്കണം എന്ന് വെച്ചാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ആട്ടോ നോക്കണേ. അതുപോലെ തന്നെ പെൻസിലും ഇറേസറും ഷാർപ്പ്നറും ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അതെല്ലാം എടുത്ത് അതിൽ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. ആവശ്യമുള്ള ടെക്സ്റ്റുകളെല്ലാം പുറത്തും ആവശ്യമില്ലാത്ത ടെക്സ്റ്റും നോട്ടും ബാഗിൻ്റെ അകത്തും ആക്കി വെക്കും കേട്ടോ. അത് മോനും അതെ മോളും അതെ, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ടെക്സ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തെടുത്ത് വെക്കും. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കുക. ഞാനെന്താ ഈ ഫോണിൽ നോക്കണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. രണ്ടുപേരുടെയും ടൈം ടേബിൾ ഫോണിലാണ്, ഞാൻ പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അത് ഫോൺ നോക്കിയിട്ട് ടെക്സ്റ്റും ഇതൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുവാണ് കേട്ടോ. വീണ്ടും കണ്ടോ, മോള് വന്ന് വാശി പിടിച്ച് കയറിയിരുന്നു. വലിയ പെണ്ണ് തൊട്ടിയിലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്കുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാട്ടോ. അവൾ ഒരു മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടിക്കകത്ത കിടന്നും ഇരുന്നും ഒക്കെ ആടിക്കൊണ്ടിരിക്കും. പിന്നെ ഇനി വഴക്ക് പറഞ്ഞ് മൂഡ് കളയണ്ടല്ലോ എന്നോർത്ത് ഞാൻ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടൊന്നും വഴക്ക് പറയാറില്ലേ. അപ്പോഴത്തേക്കും യൂണിഫോമൊക്കെ തേച്ച് വെച്ചു. പിന്നെ അവരെ റെഡിയാക്കാമെന്ന് വെച്ചു. അവിടെ അവർ വഴക്കാണ്, എനിക്ക് ആദ്യം ഇടണം, ഞാൻ ആദ്യം റെഡിയാവുമെന്നും പറഞ്ഞ് മോനും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാട്ടെ, എല്ലാവരും കാണും, ഗുഡ് ഗേളാന്ന് പറയണ്ടേന്ന് പറഞ്ഞപ്പോൾ മോള് പിന്നെ അങ്ങ് സെറ്റായിട്ടോ. മോനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അത് അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഒച്ചയെടുക്കാനും നിർബന്ധിക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കരച്ചിൽ പിഴിച്ചിൽ ബഹളാവും. അപ്പോൾ പിന്നെ വെറുതെ സീനാക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മളങ്ങ് ക്ഷമിക്കുക, അതല്ലേ പറ്റുള്ളൂ. അങ്ങനെ ബെൽറ്റ് എടുത്തുകൊണ്ട് വന്ന് രണ്ടുപേരെയും ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടിയിപ്പിച്ചു കേട്ടോ. അപ്പോഴേക്കും മോൻ അങ്ങോട്ട് എത്തി. പിന്നെ മോളും വാപ്പി അവിടെ സൈക്കിൾ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവരെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ്, ചായ കുടിക്കുക. രണ്ടുപേർക്കും ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്ത് ചെയ്താൽ കഴിക്കില്ല. അപ്പോൾ നമ്മൾ പാചകവും ക്ലീനിങ്ങും എല്ലാം ഒരു അരമണിക്കൂർ ഫുഡ് കൊടുക്കാനുള്ള സമയം എക്സ്ട്രാ കരുതിയിട്ട് വേണം കേട്ടോ ചെയ്ത് തീർക്കാൻ. നമ്മൾ കൂടെ നിന്ന് കഴിപ്പിച്ചാൽ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അങ്ങ് കഴിക്കാതെ പോകും. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നാൽ പെണ്ണിനും കൂടെ കൊടുക്കാമെന്ന് ഓർത്ത് ഒരു പൂരി എടുത്ത് നുള്ളി കൊടുത്തു നോക്കി കേട്ടോ. അപ്പോൾ അവൾ ഒരു കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് കഴിക്കണില്ല. അപ്പോൾ പിന്നെ ഇവരൊക്കെ പോയി എൻ്റെ കൂടെ തന്നെ അവർക്ക് ഫുഡ് വേറെ കൊടുക്കാമെന്ന് ഓർത്ത് പിന്നെ അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നിന്നില്ല കേട്ടോ. ബലമായിട്ട് കഴിപ്പിക്കുമ്പോൾ പിന്നെ ഇനി അവർ വൊമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. വെറുതെ ഇനി മൂഡ് കളയണ്ടല്ലോ, വാശി പിടിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് അങ്ങ് വിട്ടു. പിന്നെ അവർ ഇന്നലത്തെ സ്കൂൾ വിശേഷങ്ങളും ഇന്നലെ സ്കൂളിൽ നിന്ന് മുട്ട കിട്ടിയ കഥയും ടീച്ചർ ഫോട്ടോ എടുത്ത കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വായനാ ദിനമായിട്ട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ട് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോരോ വിശേഷങ്ങൾ വാപ്പിയുടെ അടുത്ത് പറയുവാണേ. അപ്പോൾ അവർ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഗ്യാപ്പിൽ ഞാൻ വേഗം വന്ന് ലഞ്ച് അങ്ങോട്ട് പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ 3 പേർക്കും 3 രീതിയിലാണല്ലോ മെനു. അപ്പോൾ ഇക്കാക്ക് ചോറ് ആദ്യം വിളമ്പി. അപ്പോൾ ഇക്കാക്ക് ബീഫ് കറിയും തൈരും സോയാബീനും കുറച്ച് അച്ചാറും കൂടെ വെച്ച് ഇക്കാടെ ലഞ്ച് സെറ്റ് ചെയ്തു കേട്ടോ. മോൾക്ക് സോയാബീനും തൈരും അച്ചാറും മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ സെറ്റ് ചെയ്തു. മോനക്ക് ഇതൊന്നും വേണ്ട, സോയ പൊരിച്ചതും തൈരും മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനക്ക് സോയ കുറച്ച് കൂടുതൽ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ട് അവൻ്റെ ഇതും സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ലഞ്ചെല്ലാം സെറ്റ് ചെയ്ത് ബാഗിലേക്ക് ആക്കാൻ നിന്നപ്പോൾ പിന്നെ അവിടെ അതിനും പ്രശ്നം. അന്നേരം ഞാൻ ഓർത്തേട്ടോ ടിഫിൻ പാക്ക് ചെയ്തില്ല എന്ന്. അപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും വയ്ക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മോനക്ക് ഇന്ന് ഫ്രൂട്ട്സ് വേണ്ട. എന്നാൽ പിന്നെ ബ്രെഡും ബിസ്ക്കറ്റും ഉണ്ടായി. അപ്പോൾ ഒരു ബ്രെഡ് വേഗം വെച്ച് മയോണൈസാക്കി സെറ്റ് ചെയ്തു. ഒരു 3-4 ബിസ്ക്കറ്റും വെച്ച് അങ്ങനെ ടിഫിനും റെഡിയാക്കി കേട്ടോ. ദെൻ ടേബിളിൽ അതെല്ലാം ബാഗിലേക്ക് എടുത്തു വെച്ചു. മോൾക്ക് ഈ ലഞ്ച് ബാഗ് സെപ്പറേറ്റ് കൊടുത്ത് ഇപ്പം ഞാൻ വിടാറില്ല. എന്നാന്ന് വെച്ചാൽ വൈകിട്ട് ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ പാടാലോ എന്നോർത്ത് ഞാൻ ബാഗിൽ തന്നെ സെറ്റ് ചെയ്തപ്പോൾ അവൾക്ക് ലഞ്ച് ബാഗിൽ മതി കേട്ടോ ലഞ്ച്. പിന്നെ വീണ്ടും അത് മാറ്റി അവക്കടെ ലഞ്ച് ബാഗിലേക്കും ആക്കി. മോന് ലഞ്ച് ബാഗ് എടുത്തില്ല, ബാഗിൽ തന്നെ സെറ്റ് ചെയ്ത് അങ്ങനെ അത് റെഡിയാക്കി വിട്ടു കേട്ടോ. ഇനി അവരെ റെഡിയാക്കണം. ഇപ്പം തന്നെ ഒരു 90% പണിയും കഴിഞ്ഞു കേട്ടോ രാവിലത്തെ ഓട്ടപ്പാച്ചിൽ. എല്ലായിടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ അവസ്ഥ. ഒരു തലക്കേന്ന് യോജിപ്പിച്ച് കൊണ്ടുവരുമ്പോഴത്തേനും അടുത്ത തലക്കേന്ന് അങ്ങോട്ട് അകന്നകന്ന് പോകുമെന്ന് പറയണ പോലെ കേട്ടോ. പിന്നെ പെണ്ണിനെ നല്ല വാക്കും പറഞ്ഞ് പയ്യെ ആ കസേരയിൽ ഇരുത്തിയിട്ട് കേട്ടോ. എൻ്റെ ശ്രദ്ധ അവിടെ ഉണ്ടേ, ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടാട്ടോ ഇരിക്കണം അവൾ അവിടെ നിന്ന് എഴുന്നേക്കണ്ടോന്ന്. പിന്നെ വേഗം മോന് സോക്സ് ഇട്ട് കൊടുത്തു. സോക്സ് ഇട്ട് കൊടുത്താൽ പിന്നെ ഷൂ അവൻ തനിയെ ഇട്ടോളൂ കേട്ടോ. പിന്നെ മോനെ സെറ്റാക്കിയപ്പോഴത്തേനും പിന്നെ മോൾക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് കുറച്ച് കടങ്കഥകൾ പഠിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ മിസ്സ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ അവളിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേനും കുഞ്ഞാവുകൾ അവിടെ നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. കളിക്കണമുണ്ട്, വഴക്കൂടുന്നുണ്ട് കേട്ടോ രണ്ടുപേരും. അപ്പോൾ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ. അവൾ എഴുന്നേക്കണുണ്ടോ, കസേരയിൽ നിന്ന് ഇനി വീഴാൻ വല്ലതും നോക്കണുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാട്ടോ ഇരിക്കണേ.
അപ്പോൾ പിന്നെ അവക്കടെ മുടി വേഗം അങ്ങോട്ട് കെട്ടിക്കൊടുത്തു. ഇന്നിപ്പോൾ കെട്ടാൻ പറഞ്ഞേക്കണ ഹെയർ സ്റ്റൈൽ ഇതാട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഇതായി. അതിൻ്റെ ഇടയ്ക്ക് അവരെ ഒന്ന് പോയി സെറ്റാക്കി അവിടെ ഇരുത്തി. പിന്നെ പെട്ടെന്നൊന്ന് പുരുകം എഴുതി, കുറച്ച് മുകളിൽ മാത്രം ഐലൈനറും എഴുതി റെഡിയാക്കി. അങ്ങനെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പണികളൊക്കെ അങ്ങ് തീർത്തു കേട്ടോ. മക്കൾസിനെ രണ്ടുപേരെ റെഡിയാക്കി സെറ്റാക്കി. അപ്പോഴാണ് കേട്ടോ ഇക്ക പറയണേ ഇക്കാക്കുള്ള ലഞ്ച് പാക്ക് ചെയ്ത് വെച്ചില്ലാന്ന്. പിന്നെ അവരുടെ എല്ലാം അങ്ങ് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോയി ഇക്കാക്കുള്ള ലഞ്ചും കാര്യങ്ങളും എടുത്തു കേട്ടോ. ലഞ്ച് എടുത്തിട്ട് വന്നപ്പോഴാണ് ഇക്ക പറയണേ കട വാട്ടർ ബോട്ടിൽ നിറച്ചിട്ടില്ല എന്ന് കേട്ടോ. പിന്നെ പോയി ഇക്കാക്കുള്ള വാട്ടർ ബോട്ടിലും കൂടി നിറച്ച് കൊടുത്ത് എല്ലാം സെറ്റാക്കി അവരങ്ങ് പോകാനിറങ്ങി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണേ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ എല്ലാം ക്ലിയർ ചെയ്ത് വരാം. അപ്പോൾ എന്ത് സജഷൻ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും വീഡിയോകളിൽ. അപ്പോൾ ഇക്കാക്കുള്ള ലഞ്ചും വേഗം തന്നെ എടുത്തു കൊടുത്തു. വാട്ടർ ബോട്ടിലും റെഡിയാക്കി കൊണ്ടേ കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ അവരുടെ റെഡിയാവലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനി അവർ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇക്ക പോകുന്ന വഴിയാണ് മക്കൾസിനെ സ്കൂളിലേക്ക് ആക്കണത്. അതുകൊണ്ട് തന്നെ രാവിലെ വലിയൊരു ഇതില്ല കേട്ടോ. ഒരു 9:30 5 10 മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല. ഇക്കായല്ലേ കൊണ്ടുപോയി വിടണത്. അപ്പോൾ ഒരു ചെറിയ ആശ്വാസമുണ്ട്. പിന്നെ കുഞ്ഞാവകളുടെ മൂഡ് പോലെയും ഇരിക്കും രാവിലത്തെ കാര്യങ്ങൾ. അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി സെറ്റായി. അപ്പോൾ ഒരു ടാറ്റയൊക്കെ തന്ന് ഉമ്മയൊക്കെ തന്ന് അവരങ്ങനെ പോയിട്ടോ. അപ്പോൾ വലിയൊരു ഡ്യൂട്ടി അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണും വരേക്കും. ബായ് ഫ്രണ്ട്സ്.